ഹലോ കൂട്ടുകാരെ, ഉപ്പുമുളകും പുത്തൻ പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോയിലുണ്ടല്ലോ, നമ്മുടെ മെർലിന്റെ അമ്മ നമ്മുടെ പാറമട വീട്ടിലേക്ക് വരികയാട്ടോ. അപ്പൊ എല്ലാരും ഇങ്ങനെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ സന്തോഷത്തോടെ സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുമ്പോൾ നമ്മുടെ പാറക്കുട്ടിനോട് നമ്മുടെ കേശു എവിടെയെന്ന് നമ്മുടെ മെർലിന്റെ അമ്മ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ടേ. അപ്പൊ നമ്മുടെ പാറക്കുട്ടി പറയുന്നുണ്ട്, കേശു ചേട്ടൻ ഇന്നൊരു സ്ഥലത്തായിരിക്കും, അവിടെ എപ്പോഴും കേശു ചേട്ടൻ ദോശ കഴിക്കാൻ പോകും, അവിടെ കിടിലൻ നെയ്റോസ്റ്റ് ഒക്കെ കിട്ടും എന്നൊക്കെ പറയുവാട്ടോ. അപ്പൊ നമ്മുടെ മെർലിന്റെ അമ്മ പറയുന്നുണ്ട്, എന്നാ നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും കൂടെ പോയാലോ, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം, നമുക്ക് കേശുവിനെയും കാണാലോ എന്ന് പറയുന്നുണ്ടേ. അപ്പൊ നമ്മുടെ ഗൗരിയുമായി നമ്മുടെ ഭവാനി അമ്മയൊക്കെ ചോദിക്കുന്നുണ്ട്, അത് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ മെർലിന്റെ അമ്മ പറയുന്നുണ്ട്, ആ നമുക്ക് ഒരുമിച്ച് പോകാന്നേ, അതൊക്കെ ഒരു സന്തോഷമല്ലേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ മെർലിന്റെ അമ്മ ഇവരെല്ലാവരെയും കൂട്ടി ആ ഒരു കേശു ഉള്ള കടയിൽ നെയ്റോസ്റ്റ് കഴിക്കാൻ പോവാട്ടോ. അവിടെ ചെന്നപ്പോൾ ദാ കിടക്കുന്നു ചട്ടിയും കലവും. നമ്മുടെ കേശു അവിടെ ടേബിളൊക്കെ തുടച്ച് എന്താ പറയാ സർവ് ചെയ്യാൻ നിൽക്കുവാ. ദോശയൊക്കെ വേണ്ടവർക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഓർഡറൊക്കെ എടുത്ത് അവർക്ക് കൊണ്ട് കൊടുക്കുന്നതും ആ ടേബിളൊക്കെ ക്ലീൻ ചെയ്തിടുന്ന ഒരു ജോലി ചെയ്യുവാ നമ്മുടെ കേശു അവിടെ. അപ്പൊ നമ്മുടെ മെർലിന്റെ അമ്മ ഈ ഒരു ജോലി ടേബിളൊക്കെ തുടക്കുന്നത് കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാട്ടോ. കാരണം മെർലിൻ എത്രയോ വലിയ പണക്കാരിയാണ്. അപ്പൊ മെർലിനെ കെട്ടാൻ പോകുന്ന ചെക്കൻ ഈ ഒരു പണിയാണ് ചെയ്യുന്നതെന്ന് ഓർത്ത് നമ്മുടെ മെർലിന്റെ അമ്മ ഇങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുക. അവസാനം ഇവര് ഓർഡറൊക്കെ കൊടുത്ത് ഇങ്ങനെ ടേബിളിൽ ഇരിക്കുക, മസാല ദോശയൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമ്മുടെ കേശു രണ്ട് മസാല ദോശ എന്നും പറഞ്ഞ് മസാല ദോശയെ കൊണ്ട് ടേബിളിലേക്ക് തിരിയുമ്പോഴാണ് ഇവൻ ഇരിക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പൊ തന്നെ നമ്മുടെ കേശു ഒരു മുങ്ങുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലെ. ആകെ മെർലിന്റെ അമ്മയായിരുന്നു കേശുവിന്റെയും മെർലിന്റെയും ബന്ധത്തിൽ ഒരു സപ്പോർട്ടായിട്ട് നിന്നയിച്ചത്. ഇനിയിപ്പോ നമ്മുടെ മെർലിന്റെ അമ്മയും ഈ ഒരു ബന്ധത്തില് എന്താ പറയാ മുടക്ക് നിൽക്കോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടതല്ലേ. കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.